ഓം മുരുകായ നമ. എല്ലാവർക്കും നമസ്കാരം. മാസ് മിഷൻ ചാനലിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 8 തേയ്പ്പര ഷഷ്ടി. ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹത്തിനായി ആചരിക്കുന്ന ഒരു പുണ്യദിനമാണ്. തേയ്പ്പര ഷഷ്ടിയുടെ കഥ ഇപ്രകാരം ആണ് പറയുന്നത്. ദേവന്മാരെയും ഋഷിമാരെയും നിരന്തരം ഉപദ്രവിച്ച ശൂരപത്മൻ, സിംഹമുഖൻ, താരകാസുരൻ എന്നിവരെ തോൽപ്പിക്കാൻ ശിവപുത്രനായ മുരുകഭഗവാൻ ജനിച്ചു. ശിവഭഗവാന്റെ നെറ്റിക്കണ്ണിലെ അഗ്നിയിൽ നിന്ന് 6 ആൺകുട്ടികളായി മുരുകഭഗവാൻ ജനിച്ചു. പാർവതി ദേവി ഈ 6 കുട്ടികളെയും ചേർത്ത് പിടിച്ചപ്പോൾ ഷൺമുഖൻ 6 മുഖങ്ങളുള്ള മുരുകനായി രൂപപ്പെട്ടു. ദേവന്മാരെ രക്ഷിക്കാനായി മുരുകഭഗവാൻ അസുരന്മാരോട് യുദ്ധം നടത്തി. 6 ദിവസം നീണ്ട കഠിനമായ യുദ്ധത്തിനൊടുവിൽ ഷഷ്ടി തിഥിയിൽ മുരുകഭഗവാൻ ശൂരപത്മനെ നിഗ്രഹിച്ചു. ജയിച്ച ശേഷം മുരുകഭഗവാന്റെ വേല് കൊണ്ട് ശൂരപത്മനെ 2ആയി പിളർത്തി. ഒരു ഭാഗം മയിലായും അത് വാഹനമാകുകയും മറുപുറം കോഴിയായും കൊടിയടയാളമായി മാറുകയും മുരുകഭഗവാനിൽ ലയിച്ചു. വ്രതാനുഷ്ഠാനത്തിൻ്റെ പ്രാധാന്യം ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യാനും ശത്രുദോഷം അകറ്റാനും സഹായിക്കുന്നു. സന്താനലബ്ധി, രോഗശാന്തി, അതുപോലെ നെഗറ്റീവ് എനർജികളിൽ നിന്നുള്ള സംരക്ഷണം, കടങ്ങൾ മാറുവാനും സഹായിക്കും. വ്രതം എങ്ങനെ നടത്താം? ഷഷ്ടി ദിവസം പുലർച്ചെ കുളിച്ച് മുരുകഭഗവാനെ ധ്യാനിച്ച് വ്രതം ആരംഭിക്കുക. ക്ഷേത്ര ദർശനം നടത്തുകയും സുബ്രഹ്മണ്യ ഭുജംഗം, സ്കന്ദഷഷ്ടി കവചം, ഓം ശരവണഭവായ നമ 108 തവണ ജപിക്കുക. പകൽ മുഴുവൻ ഉപവസിക്കുകയോ പാൽ, പഴങ്ങൾ മാത്രം കഴിക്കുകയോ ചെയ്യാം. വൈകുന്നേരം മുരുകഭഗവാന് പൂജകൾ നടത്തിയ ശേഷം വ്രതം അവസാനിപ്പിക്കുക. വൈകിട്ട് 6 മണിക്ക് നെയ്വിളക്ക് കൊളുത്തുന്നത് കടങ്ങൾ മാറുവാനും ആഭിചാരം എന്നീ കർമ്മങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുവാനും സഹായിക്കുന്നതാണ്. ഈ ദിവസം ഹൃദയശുദ്ധിയോടെ ആത്മാർത്ഥമായി മുരുകഭഗവാനെ സ്മരിക്കുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളെ ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷിക്കുകയും ജീവിതത്തിൽ സമൃദ്ധിയും സമാധാനവും നൽകുകയും ചെയ്യും. ഓം ശരവണഭവായ നമ.